कुछ रस्सियां मिलाकर कुएं की गहराई के लिए काफी हुई. അതായത് ഈ മുണ്ടുകളും ഈ കയറും എല്ലാം കുറച്ച് കയറുകളും എല്ലാം കൂട്ടിച്ചേർത്ത് ആ വെല്ലിന്റെ ഡെപ്തിന് അത് മതിയാകും എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഹം ലോഗോനെ ദോത്യാം ഏക് ദൂസരി സെ ബാന്തി. അങ്ങനെ ഞങ്ങൾ ഒരു ദോത്തി ഒന്നിനോടൊന്ന് ഞങ്ങൾ കൂട്ടിച്ചേർത്ത് കെട്ടി. और खूब खींच कर आजमा लिया कि ഗാണ്ടേ കടി ഹേ യാ നഹി. അതായത് ഞങ്ങൾ ഒന്നിനോടൊന്ന് കൂട്ടിച്ചേർത്ത് കെട്ടിയതിന് ശേഷം നന്നായിട്ട് പുള്ള് ചെയ്തു. കാരണം ആ കെട്ട് ടൈറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്നി ഓർ സെ കോയി ധോഖ കാ കാം ന രഖ. ഞങ്ങളെ തന്നെ ചതിക്കാനായി ഒന്നും നോക്കിയില്ല. എല്ലാം നല്ല ടൈറ്റ് ആയിട്ടാണോ കെട്ടിയിരിക്കുന്നത് എന്ന് ഞങ്ങൾ നോക്കി. धोती के एक सिरे पर डंडा बांधा और उसे कुएं में डाल दिया. അതായത് ധോത്തിയുടെ ഒരറ്റത്ത് ഞങ്ങൾ വടി കെട്ടിയിട്ട് അത് ആ കിണറിലേക്ക് ഇട്ടു. दूसरे सिर को डेंग के चारों और एक चक्कर देकर और एक गांड लगाकर छोटे भाई को दे दिया. അതായത് അവിടെ അടുത്ത് തന്നെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ പേരാണ് ഡേങ്. ആ ട്രീയില് അതിന്റെ 4 വശവും കൂടി നടന്ന് വലിച്ച് ചുറ്റിക്കെട്ടിയതിന് ശേഷം ചക്കർ ദേക്കർ അതിന്റെ ഒരറ്റം ഗാണ്ട് ലഗാക്കർ ഒരു കെട്ടുമിട്ടിട്ട് ചെറിയ അനിയന്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത്. ചോട്ടെ ബൈ കേവൽ 8 വർഷക്കാത്ത. അതായത് ചെറിയ അനിയൻ വെറും 8 വയസ്സായിരുന്നു അവനുണ്ടായിരുന്നത്. ഇസ്ലിയെ ധോത്തി കോ ഡേങ് സെ കടി കരക്കെ ബാന്ധിയ. അതുകൊണ്ട് തന്നെ ആ ധോത്തി നന്നായിട്ട് ആ മരവുമായി ചുറ്റിക്കെട്ടി ാണ് അനിയന്റെ കൊടുത്തത്. തബ് ഉസെ ഖൂബ് മസ്ബൂത്തി സെ പക്കടനെ കേലിയെ കഹ. എന്നിട്ട് അനിയനോട് അത് ഫുൾ സ്ട്രെങ്ത്തും എടുത്ത് വലിച്ചു പിടിക്കാൻ പറഞ്ഞു. മേ കുവേ മേ ധോത്തി കെ സഹാരെ ഗുസ്നെ ലഗ. ഞാൻ ആ കിണറിലേക്ക് ആ ധോത്തിയുടെ ഹെൽപ്പോടുകൂടി ഇറങ്ങാൻ തുടങ്ങി. ചോട്ടെ ബൈ റോനെ ലഗ. ചെറിയ അനിയനാണെങ്കിൽ അവിടെ നിന്ന് കരയുകയാണ്. മേനെ ഉസെ ആശ്വാസം ദിലായ. ഞാൻ അവനെ ആശ്വസിപ്പിച്ചു. മേ കുവേ കെ നീച്ചെ പहुंचते ही सांप को मार दूंगा. അവനോട് ഞാൻ പറഞ്ഞു, ഞാൻ ആ കിണറിന്റെ താഴ്ഭാഗത്ത് എത്തുമ്പോൾ തന്നെ ഞാൻ ആ സർപ്പത്തെ കൊല്ലും. ഓർ മേരാ വിശ്വാസ് ബി ഏസാ ഹി താ. എന്റെ വിശ്വാസവും അത് തന്നെയായിരുന്നു. കാരണം യഹ് താ കി ഇസ്സെ പെഹ്ലെ മേനെ അനേക് സാംപ് മാരേ थे. കാരണം ഇതിനു മുന്നേ ഞാൻ ഒരുപാട് സർപ്പങ്ങളെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ വിശ്വാസമുണ്ടായിരുന്നു. ഇസ്ലിയെ കുവേ മേ ഘുസ്തേ സമയ മുझे सांप का തിനക് ബി ബൈനാത്ത. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കിണറിലേക്ക് ഇറങ്ങുമ്പോൾ ആ സർപ്പത്തിന്റെ ഹിസ്സിങ് സൗണ്ട് പോലും എന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. ഉസ്കോ മാർന മേ ബായ ഹാത്ത് കാ ഖേൽ സമജ്താ താ. അതിനെ കൊന്നുകളയുക, ടു കിൽ ഇറ്റ് എന്നുള്ളത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിന്റെ ഒരു കളിയായി അല്ലെങ്കിൽ ഒരു കാര്യമായി മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. कुएं के धरातल से जब 4-5 गज रहा होगा तब ध्यान से सोचने को देखा. അതായത് കുവയ്ക്ക് ധരാതൽ, അതായത് ആ വെല്ലിന്റെ അല്ലെങ്കിൽ കിണറിന്റെ ബോട്ടം സൈഡിൽ നിന്നും ഏകദേശം ഒരു 5 യാർഡ് അകലെ ഞാൻ ഇറങ്ങി എത്തി. അക്കൽ ചക്രാകയ. അപ്പോൾ പതുക്കെ ഞാനൊന്ന് താഴേക്ക് നോക്കി. അപ്പോൾ തന്നെ ഞാനൊന്ന് സ്റ്റണ്ടായ പോലെ, അല്ലെങ്കിൽ എനിക്ക് ചെറുതായിട്ടൊരു തലകറക്കം വരുന്നത് പോലെയായി. സാംബ് ഫൺ ഫെയിലാക്കർ ദരാദർ മേ ഏക് ഹാത്ത് ഊപ്പർ ഉഠാ ഹുവ ലഹരാ രഹാ താ. അതായത് സാംബ്, അതായത് ഈ സർപ്പം തൻ്റെ ഹുഡെല്ലാം വിരിച്ച് ഒരു കൈ ഉയരത്തിൽ നിന്ന് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. പൂഞ്ച് ഓർ പൂഞ്ച് കെ സമീപ് കാ ഭാഗ് പൃഥ്വി പർ താ. അതായത് വാലിന്റെ അറ്റമാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത്. ആദ
അഗ്രഭാഗ് ഊപ്പർ ഉഠാ ഹുവ, അതായത് പകുതി ഭാഗം മുകളിലേക്കാണ് ഉയർത്തിയിരുന്നത്. മേരി പ്രതീക്ഷ കർ രഹേ തെ, എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് തോന്നി. നീച്ചെ ഡണ്ട ബന്ധാ ഥ, അതായത് താഴെ നോക്കുമ്പോൾ എൻ്റെ ആ വടി, ഞാൻ ഉപയോഗിക്കുന്ന ആ വടി അവിടെ കെട്ടിൽ കിടക്കുന്നുണ്ട്. മേരെ ഉത്തർനേക്ക് ഗതി സെ ജോ ഇധർ ഉധർ ഹിലാ രഹാ ഥ, ഞാൻ ഇറങ്ങുന്ന ആ ഒരു രീതിയിൽ തന്നെ എൻ്റെ വടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ടായിരുന്നു. ഉസി കെ കാരൻ ഷായദ് മുझे ഉത്തരത്തെ ദേഖ് സാം ഘാതക് ചോട്ട് കെ ആസാൻ പർ ബേട്ടാ ഥ, അതായത് ഞാൻ അതുകൊണ്ട് തന്നെ ആവണം ഞാൻ ഇറങ്ങുന്നത് കണ്ടിട്ട് സർപ്പം ഒരു ഡെഡ്ലി അറ്റാക്കിന് വേണ്ടിയിട്ട് റെഡി ആയിരുന്നു. സപേരെ ജैसे बीन बजाकर काले सांप को खिलाता है और सांप क्रोधित हो फन फैलाकर खड़ा होता है और फूंकार मारकर चोट करता है, അതായത് എങ്ങനെയാണ് ഒരു സ്നേക്ക് ചാമർ തന്റെ ഫ്ലൂട്ട് ഊതിയിട്ട് ഒരു സർപ്പത്തെ കളിപ്പിക്കുകയും ആ സർപ്പം വളരെ ദേഷ്യത്തോടെ തന്റെ ഹുഡൊക്കെ നിവർത്തി അത് ഹിസ്സിംഗ് സൗണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. ടീ കുസി പ്രകാർ സാം തയ്യാത്ത, അതുപോലെ തന്നെ ഇവിടെ ഈ സർപ്പവും റെഡി ആയിരിക്കുകയായിരുന്നു അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉസി ഉസ്കാ പ്രതിദ്വന്ദി മേം ആ സ്നേക്കിന്റെ ഒപ്പോണന്റ് ആണെങ്കിൽ ഞാനും, എതിരാളി ഞാനും. ഉസേ കുച്ച് ഹാത്ത് ഊപ്പർ ധോത്തി പക്കടെ ലട്ടക് രഹാ ഹൈ, അതാ ആ സർപ്പത്തിന്റെ എതിരാളിയായ ഞാൻ കുറച്ച് മുകളിലായിട്ട് ആ ധോത്തിയും പിടിച്ച് അതാ അവിടെ തൂങ്ങിക്കിടക്കുന്നു. ധോത്തി ടേങ് സെ ബന്ദി ഹോനെ കെ കാരണം കുएं के बीचों बीच लटक രഹീത്തി, അതായത് ആ ധോത്തി ആ ടാങ്കിനോട് ഘടിപ്പിച്ചിരിക്കുന്നത് കാരണം, ടാങ്കിൽ കെട്ടിയിരിക്കുന്നത് കാരണം തന്നെ ഈ ധോത്തി ആ കിണറിന്റെ കൃത്യം നടുഭാഗത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. कुएं के धरातल के പരിധി കെ ബീച്ചോം ബീച്ച് ഹി ഉത്തർനാഥ, എനിക്കാണെങ്കിൽ ആ കിണറിന്റെ കൃത്യം നടുഭാഗത്താണ് ഇറങ്ങേണ്ടിയിരുന്നത്. इसके माने थे शाम के 1.5-2 फुट गज नहीं की दूरी पर पैर रखना है, അതായത് ആ സർപ്പത്തിൽ നിന്നും ഏകദേശം ഒരു 2 ഫൂട്ട്, അതായത് ഒരു യാർഡ് അല്ല, കി ദൂരി पर पैर रखना था, ഒരു യാർഡ് അകലെ എനിക്ക് എന്റെ കാൽ വെക്കണം. और इतनी दूरी पर साम पैर रखते ही चोट करता, ആ ഒരു ദൂരത്തിൽ ഞാൻ കാൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായും ആ സർപ്പം എന്നെ കടിക്കും, അത് ഉറപ്പാണ്. സ്മരൺ രഹേ കച്ചേ കുए का व्यास बहुत कम होता है, എപ്പോഴും ഓർമ്മ വേണം, കച്ചെ അൺപ്ലാസ്റ്റേഡ് ആയിട്ടുള്ള ഒരു കിണറിന്റെ വ്യാസം എന്ന് പറഞ്ഞാൽ വീതി വളരെ കുറവാണ്. നീച്ചേ തോ വഹ് 1.5 ഗസ് കെ അധിക് ഹോത്തേ ഹി നഹി, താഴ്ഭാഗത്ത് ഏകദേശം 1.5 യാർഡിൽ കൂടുതൽ വീതി ഉണ്ടാവുകയില്ല. ऐसी दशा में कुएं में शाम से अधिक 4 फुट की दूरी पर रह सकता था, അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഏകദേശം ആ സർപ്പത്തിൽ നിന്നും ഏകദേശം ഒരു 4 ഫൂട്ട് ദൂരത്തിൽ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. वह भी उस दशा में जब सांप मुझे दूर रहने का प्रयत्न करता है, അതും ആ സർപ്പം എന്നിൽ നിന്നും അകന്നിരിക്കുന്ന സമയത്ത് മാത്രം. पर उतरना तो था कुएं के बीच में, പക്ഷെ എനിക്ക് എന്തായാലും ആ കിണറിൽ ഇറങ്ങിയേ പറ്റൂ. क्योंकि मेरा साधन बीचों बीच लटक रहा था, കാരണം എന്റെ ആ ലെറ്റേഴ്സ് മുഴുവൻ താഴെ ആ നടുക്ക് കിടക്കുകയാണ്. ऊपर से लटक कर तो सांप नहीं മാരാ ജാ സക്താ ഥ, അതായത് മുകളിൽ ഞാൻ തൂങ്ങിക്കിടക്കുമ്പോൾ എന്തായാലും ആ സർപ്പത്തെ എനിക്ക് അടിക്കാനൊന്നും പറ്റുകയില്ല. ഉത്തർനാ തോ താഹി, എനിക്ക് എന്തായാലും അവിടെ ഇറങ്ങണം. थकावट से ऊपर चढ़ भी नहीं सकता था, ക്ഷീണം കൊണ്ട് എനിക്ക് മുകളിലേക്ക് കയറാനും കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. अब तक अपने प्रतिद्वंदी को पीठ दिखाने की निश्चय नहीं किया, ഇപ്പോൾ
എന്തായാലും ഞാൻ എൻ്റെ ഒപ്പോണന്റിനോട് തോൽക്കാൻ ഞാൻ തയ്യാറല്ല. അതായത് ഒപ്പോണന്റ് എന്ന് പറഞ്ഞാൽ സർപ്പമാണ്, സർപ്പത്തോട് തോൽക്കാൻ തയ്യാറല്ല. यदि ऐसे करते भी तो कुएं के धरातल पर उतरे बिना क्या मैं ऊपर चढ़ सकता था? ധീരെ ധീരെ ഉത്തർനെ ലഗ. അതായത് എനിക്ക് എന്തായാലും ആ വെല്ലിന്റെ നടുഭാഗത്ത് ധരാതൽ താഴെയുള്ള ഭൂമിയിൽ ഇറങ്ങണം. അത് ഇറങ്ങാതെ എനിക്ക് മുകളിലേക്ക് കയറാനും സാധിക്കില്ല. ധീരെ ധീരെ ഉത്തർനെ ലഗ. ഞാൻ പതിയെ പതിയെ ഇറങ്ങാൻ തുടങ്ങി. एक इंच ज्योम ज्योം मैं नीचे ഉത്തർത്താ ജാത്താ था. അങ്ങനെ ഒരിഞ്ച് എന്ന കണക്കിൽ ഞാൻ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. त्यों त्यों മേരി ഏകാഗ്രത बढ़ती जाती थी. അതുപോലെ തന്നെ എന്റെ കോൺസെൻട്രേഷനും കൂടി കൂടി വന്നു. മുझे एक सूझी. അപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ വന്നത്. दोनों हाथों से धोती पकड़े हुए मैंने अपने പേർ കുएं ബഗൽ മേം ലഗാ ദിയ. അതായത് രണ്ട് കൈകൾ കൊണ്ടും ആ ധോത്തി പിടിച്ചിട്ട് എൻ്റെ കാലുകൾ രണ്ടും ആ കിണറിന്റെ രണ്ട് ഭാഗത്തും വെച്ചു. ദീവാർ സെ പേർ ലഗാത്തെ ഹി കുച്ച് മിട്ടി നീച്ചെങ്കിരെ. അതായത് ആ വെല്ലിന്റെ വോളില് ഞാൻ കാല് വെച്ചപ്പോൾ തന്നെ എൻ്റെ കാലിന്റെ ഇത് കൊണ്ടിട്ട് കുറച്ച് മണ്ണ് താഴേക്ക് വീണു. ഓർ സാബ്നെ ഫൂ കർക്കെ ഉസ് പർ മുഹ് മാര. അതായത് അപ്പോൾ തന്നെ ആ സർപ്പം ആ മണ്ണിനെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ അത് ഹിസ്സിംഗ് സൗണ്ട് പുറപ്പെടുവിച്ചു. മേരെ പേർ ബി ദീവാർ സെ ഹട്ട് ഗയി. അപ്പോ എൻ്റെ കാലും വെല്ലിന്റെ വോളിൽ നിന്നും മാറി. ഓർ മേരി टेंग कमर से समकोण बनाते हुए लटकती रही. അതായത് എൻ്റെ ലെഗ്സ് ഡാങ്കിൾഡ് ആയിട്ട് ഒരു റൈറ്റ് ആംഗിൾ എന്നുള്ള രീതിയിൽ എൻ്റെ വേസ്റ്റിൽ നിന്നും താഴേക്ക് കിടക്കാൻ തുടങ്ങി. पर इससे सांप से दूरी और कुएं की परिधि पर उतरने का ढंग मालूम हो गया. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സർപ്പത്തിൽ നിന്നും എങ്ങനെ ദൂരം കീപ്പ് ചെയ്യാമെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് അവിടെ ഇറങ്ങേണ്ടതെന്നുമുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടി. തനിക് ചുൽക്കർ മേനെ അപ്നെ പേർ കുएं ബഗൽ സെ സട്ടായി. അതായത് ഞാൻ പതുക്കെ ആടിയിട്ട് ആ കിണറിന്റെ സൈഡില് ഞാൻ അവിടെ ഒരു സൈഡിൽ തന്നെ ഒരു സ്ഥലത്ത് പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്ഥലത്ത് നിന്നു. ഓർ കുച്ച് ധക്കെ സെ സാത്ത് അപ്നെ പ്രതിദ്വന്ദി की समुख कुएं की दूसरी ओर 10 गज पर കുएं ധരാതൽ പർ ഖടാ ഹോ ഗയ. അങ്ങനെ ഞാൻ ഒരു ചെറിയൊരു മൂവ്മെന്റ് കൊണ്ടിട്ട് എൻ്റെ ഒപ്പോണന്റിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ആ കിണറിന്റെ ഒരു ധരാതൽ പർ ഖടാ ഹോ ഗയ. അതായത് ആ താഴ്ഭാഗത്ത് ഞാൻ നിന്നു. ആക്കോം ചാർ ഹുയി. അങ്ങനെ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി. ഷായദ് ഏക് ദൂസരേക്കോ പഹച്ചാന. എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമായി. സർപ്പത്തിന് എന്നെ അറിയാമെന്ന് തോന്നുന്നു. സാം കോ ചക്ഷു സ്രവ് കർത്തെ ഹെ. അതായത് സർപ്പത്തിനെ വിഷ്വൽ ഐ എന്നാണ് പറയുന്നത്, അതായത് ചെവി കൊണ്ട് കേൾക്കുന്നത്. മേം സ്വയം ചക്ഷുസ്രവ് ഹോ ഗയ രഹാത്ത. ഞാനും സ്വയം ഒരു ചക്ഷുസ്രവായി മാറുകയാണ്. അന്യ ഇന്ദ്രിയ ന മനോ സഹാനുഭൂതി സെ അപ്നി ശക്തി ആക്കോം കോ ദേതി. അതായത് ബാക്കി എൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ എനിക്ക് എൻ്റെ കണ്ണുകൾക്ക് ആ ശക്തി കൊടുത്തു. സാം നെ ഫൻ കി ഓർ മേരി ആഖോം ലഗി ഹുയി തി. അതായത് ആ സർപ്പത്തിന്റെ ഹുഡിന്റെ നേരെയായിരുന്നു എൻ്റെ കണ്ണുകൾ. കി വഹ് കബ് കിസ് ഓർ ആക്രമൺ കർത്താ ഹൈ. എങ്ങനെയാണ് അത് ആക്രമിക്കുക എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. സാംപ്നെ മോഹിനി സി ഡാൽ ദി ഥി. അതായത് സർപ്പം ഒരു മോഹിനിയെ പോലെ അവിടെ നിന്ന് ആടുകയായിരുന്നു. ഷായദ് വഹ് മേര ആക്രമൺ കി പ്രതീക്ഷാമേത്തെ. എനിക്ക് തോന്നുന്നു അത് ഞാൻ എപ്പോൾ ആക്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കണം.
जिस विचार और आशा को लेकर मैंने कुएं में घुसने की ठानी थी, അതായത് ഏതൊരു ആഗ്രഹത്തോടും അല്ലെങ്കിൽ ഏതൊരു ആശയോടും കൂടെയാണോ ഞാൻ ഈ കിണറിൽ ഇറങ്ങാം എന്നുള്ള നിശ്ചയം ഞാൻ ചെയ്തത്, വഹ്തോ ആകാശ് കുസുംത, അതൊരു ആകാശത്ത് നിന്നും ഒരു പുഷ്പം പറിക്കുന്നതിന്റെ അത്രയും പാടുള്ള ഒരു കാര്യമായിരുന്നു. മനുഷ്യ കാ അനുമാൻ ഓർ ഭാവി യോജനയും കബി കബി കിത്തനി മിഥ്യാ ഓർ ഉൾട്ടി നികൽത്തി ഹെ, അതായത് ഒരു മനുഷ്യന്റെ പ്രെഡിക്ഷൻസോ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാനിങ്ങോ പലപ്പോഴും തെറ്റാവുകയും അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റുള്ള കാര്യങ്ങളായിരിക്കും വന്ന് ഭവിക്കുക. മുझे सांप का साक्षात होते ही अपने योजना और आशा का असंभवता प्रतीत हुआ, अदाയത് the moment I encountered with that snake, അതായത് ആ മൊമെന്റിൽ തന്നെ എൻ്റെ പ്ലാനിങ്ങും എൻ്റെ ഹോപ്പും എല്ലാം തന്നെ അസംഭവ്യമാണ് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഡണ്ട ചലാനെ കെലിയെ സ്ഥാൻഹീനാത്ത, അതായത് അവിടെ വടി പ്രയോഗിക്കുന്നതിനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. ലാട്ടി ആ ഡണ്ട ചലാനെ കെലിയെ കാഫി സ്ഥാൻ ചാഹിയെ, അതായത് ലാട്ടി അല്ലെങ്കിൽ ഡണ്ട വടി ഇതെല്ലാം പ്രയോഗിക്കുന്നതിന് അത്യാവശ്യം കുറച്ചെങ്കിലും സ്ഥലം നമുക്ക് ആവശ്യമാണ്. ജിസ്മേ വേ ഘുമായൻ ജാസക്കെ, അങ്ങനെ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ അത് വടി കറക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സാം കോ ഡണ്ടേ സെ ദബായ ജാസക്കെ, അതേപോലെ ആ സർപ്പത്തെ ആ വടി കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കാൻ സാധിക്കുകയുള്ളൂ. പെർ ഏസേ കർണ മാനോ തോക്കെ മുഹരെ പർ ഖടാ ഹോനാ താ, അതായത് അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ഓൺ എ കാനൺ ബോൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു പീരങ്കിയുടെ ആ ഒരു ബോള് ഉള്ളിലേക്ക് ഇടുന്ന ആ ബോളിന്റെ മുകളിൽ കയറി നിൽക്കുന്നതിന് തുല്യമാണ്. യദി ഫൺ യാ ഉസ്കെ സമീപ് കാ ബാഗ് നാ ദബാ തോ ഫിർ വഹ് പലട്ട് കർ ജറൂർ കാട്താ, അതായത് ഒന്നില്ലെങ്കിൽ ആ സർപ്പത്തിന്റെ ഹുഡ് അല്ലെങ്കിൽ അതിനുള്ള സമീപത്തുള്ള ഭാഗം അതിൽ പ്രസ് ചെയ്ത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സർപ്പം തിരിഞ്ഞ് കടിക്കും. ഓർ ഫൺ കെ പാസ് ദബാനെ की कोई संभावना भी होती तो फिर उसके पास पड़ी हुई 2 चिट्टियां का कैसे उठाता, अതായത് അതിന്റെ ഫണത്തിൽ പ്രസ് ചെയ്ത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ സർപ്പത്തിന്റെ അടുത്ത് കിടക്കുന്ന ആ 2 ലെറ്റേഴ്സ് എടുക്കുക. ദോ ചിട്ടിയാം ഉസ്കെ പാസ് ഉസേ സട്ടി ഹുയി പടി ഥി, അതായത് 2 ലെറ്റേഴ്സ് അതിന്റെ അടുത്ത് വെരി ക്ലോസ് ആയിട്ട് അടുത്ത് തന്നെയാണ് കിടന്നിരുന്നത്. ഓർ ഏക് മേരി ഓർത്തി, ഒരെണ്ണം എന്റെ സൈഡിലാണ് കിടന്നിരുന്നത്. മേ തോ ചിട്ടിയാം ലേനെ ഹി ഉത്തരാത്ത, ഞാൻ എന്തായാലും ഈ ലെറ്റേഴ്സ് എടുക്കാനാണ് എന്തായാലും ഈ കിണറിൽ ഇറങ്ങിയിരിക്കുന്നത്. ഹം ദോനോ അപ്നെ പേത്രോം പർ ഡട്ടേ थे, ഞങ്ങൾ 2 പേരും ഡിറ്റർമൈൻഡ് ആയിട്ട് ഞങ്ങളുടെ പൊസിഷൻസിൽ തന്നെ നിൽക്കുകയാണ്. ഉസ് ആസൻ പർ ഖടേ ഖടേ മുझे 4-5 മിനിറ്റ് ഹോ ഗയെ, ആ ഒരു നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 4-5 മിനിറ്റ് കഴിഞ്ഞു. ദോനോ ഓർസെ മോർച്ചെ പടേ ഹുയത്തെ, അതായത് 2 പേരും ഡിഫെൻസീവ് പൊസിഷനിലാണ്. പർ മേരാ മോർച്ച കംസോത്ത, പക്ഷേ എന്റെ ഡിഫൻസ് വളരെ വീക്കാണ്. കഹീ സാപ്പ് മുझ पर ചപ്പട്ട് പടുത്താ തോ മേ യദി ബഹുത് കർത്താ, അതായത് ആ സർപ്പം എൻ്റെ മേല് അല്ലെങ്കിൽ എൻ്റെ നേർക്ക് ചാടി വീഴുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഉസെ പക്കഡ്കർ കുച്ചൽക്കർ മാർദേത്ത, അതിനെ പിടിച്ച് ചതച്ചരച്ച് ഞാൻ കൊല്ലുമായിരുന്നു. പർ വഹ്തോ അച്ചൂക്ക്, പക്ഷേ അച്ചൂക്ക് തരൽ വിഷ് മേരെ ശരീർ പർ പहुंचा ही देता, എന്തായാലും അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ സർപ്പം തന്റെ തരക്കേടില്ലാത്ത വിഷം എൻ്റെ ദേഹത്തും പ്രയോഗിക്കും. ഓർ അപ്നെ സാത്ത് സാത്ത് മുझे भी ले जाता, അങ്ങനെ അതിന്റെ ഒപ്പം അത് എന്നെയും കൊണ്ടുപോകും. അബ് തക് സാപ് നെ വാർ ന കിയ, ഇത്രയും നേരമായിട്ടും സർപ്പം ആക്രമിച്ചിട്ടില്ല. इसलिए मैंने भी उसे डंडे से दबाने की ഖയാൽ छोड़ दिया, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ആ വടി കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കാം എന്നുള്ള ആ ഒരു വിചാരം അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്.
ऐसे करना उचित भी ना था, അങ്ങനെ ചെയ്യുന്നത് ശരിയുമല്ല. അപ്പൊ പ്രശ്ന താ ചിട്ടിയാ കേസെ ഉട്ടായ ചായ. ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ ലെറ്റേഴ്സ്, ഇൻലൈൻ ലെറ്റേഴ്സ് എങ്ങനെയാണ് അവിടെ നിന്ന് എടുക്കുക. ബസ് ഏക് സൂരത് थी. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ഡണ്ടേ സെ സാം കി ഓർ കി ചിട്ടിയാം കോ സർക്കായ ചായ. അതായത് ഈ വടി കൊണ്ട് പതുക്കെ സർപ്പത്തിന്റെ അടുത്ത് കിടക്കുന്ന ലെറ്റേഴ്സ് എല്ലാം അവിടെ നിന്ന് മാറ്റാം. യദി സാം ടൂട്ട് പടാ തോ കോയി ചാരാന. ആ സമയത്ത് ആ സർപ്പം ചാടി വീഴുകയാണെങ്കിൽ ഒരു വഴിയുമില്ല. കുർത്താത്ത ഓർ കോയി കപ്പടാനാഥ. എൻ്റെ ദേഹത്താണെങ്കിൽ എൻ്റെ കുർത്ത മാത്രമേ ഉള്ളൂ, മറ്റ് വസ്ത്രങ്ങളൊന്നും തന്നെ ഇല്ല. ജിസെ സാം കെ മുഹ് കി ഓർ കർക്കെ ഉസ്കെ ഫൻ കോ പക്കടുള്ളൂ. അതായത് ആ വസ്ത്രത്തിൽ ചുറ്റി സർപ്പത്തെ പിടിക്കാമെന്ന് വിചാരിച്ചാൽ പിടിക്കാം എന്നതായിരുന്നു കാര്യം. വസ്ത്രം, അതിനു വേണ്ടിയിട്ടാണ് വസ്ത്രം ഞാൻ അന്വേഷിച്ചത്. മാർന യാ ബിൽക്കുൽ ഛേഡ്ഖാനി ന കർണ. ഒന്നെങ്കിൽ അതിനെ കൊല്ലുക, അല്ല എന്നുണ്ടെങ്കിൽ അതിനെ വെറുതെ വിടുക, ഒന്നും ചെയ്യാതെ വെറുതെ പിടിക്കുക. ദോ മാർഗ് ഥ. ഈ രണ്ട് മാർഗമാണ് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. സോ പെഹലെ മേരി ശക്തി കെ ബാഹർത്ത. അതായത് അതിൽ ഒന്നാമത്തേത് അതിനെ കൊല്ലുക എന്നത് എൻ്റെ ശക്തിക്കും അപ്പുറമായിരുന്നു. ബാധ്യ ഹോക്കർ ദൂസരെ മാർഗ് കോ അവലംബ കർണ പട. അതായത് വേറെ എൻ്റെ മുന്നിൽ മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് എന്തായാലും തീർച്ചയായും രണ്ടാമത്തെ വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഡണ്ടേ കോ ലേക്കർ ജോം ഹി മേനെ സാം കി ദായി ഓർ പടി ചിട്ടിയാം की ओर से बढ़ाया कि साम का फन पीछे की ओर हुआ. അതായത് ഞാൻ വടി കൊണ്ട് പതുക്കെ സർപ്പത്തിന്റെ റൈറ്റ് സൈഡിൽ കിടന്നിരുന്ന ലെറ്റേഴ്സ് വലിച്ചെടുക്കാൻ നോക്കി. അപ്പോൾ സാം കി ഫൺ പീച്ചേക്ക് ഓർക്കുക. അപ്പോൾ സർപ്പത്തിന്റെ ഹുഡ് ഒന്ന് ബാക്കിലേക്ക് ആയി. ധീരെ ധീരെ ഡണ്ട ചിട്ടിക്ക് ഓർബട. പതുക്കെ പതുക്കെ ആ വടി ആ ലെറ്ററിന്റെ അടുത്തേക്ക് ചെന്നു. ഓർ ജോ ഹി ചിട്ടി കെ പാസ് പहुंचा कि फुंकार के साथ काली बिजली तड़पी. അതായത് ആ വടി ലെറ്ററിന്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ വളരെ വലിയൊരു ഹിസ്സിംഗ് സൗണ്ടോടെ ഒരു കറുത്ത ഇടിമിന്നൽ പോലെ ഓർ ഡണ്ടേ പർ ഗിരി. അങ്ങനെ ആ വടിയുടെ മേലേക്ക് അത് ആ ഒരു ലൈറ്റ്നിങ് പോലെ വന്നു. ഹൃദയമേ കാം ഹുവ. എൻ്റെ ഹൃദയത്തിൽ തന്നെ ഒരു ഭയം വന്നു. ഓർ ഹാത്തിനെ ഞാൻ ആ കൈ എന്നെ അനുസരിച്ചില്ല. ഡണ്ട ചൂട്ട്പടി. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നും വടി താഴെ വീണു. മേ തോ ന മാലും കിത്തന ഓപ്പർ ഉച്ചല. ഞാനാണെങ്കിൽ പെട്ടെന്ന് മുകളിലേക്ക് ചാടുകയും ചെയ്തു. ജാൻ പൂച്ച്കർ നെഹി. മനഃപൂർവ്വമല്ല. ജോ ഹി ബിദ്കർ. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയിരുന്നു, അതുകൊണ്ടാണ്. ഉച്ചൽക്കർ ജോ ഖടാ ഹുവ. ഞാൻ ചാടി മുകളിലേക്ക് ചാടിയിട്ട് നിന്നു. तो देखा डंडे के सिर पर 3-4 स्थानों पर പീവാസ കുശ് ലഗാ ഹുവാ ഹെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വടിയുടെ തലഭാഗത്ത് 3-4 സ്ഥലത്ത് പസ് പോലെ എന്തോ, പസ് എന്ന് പറഞ്ഞാൽ പഴുപ്പ് പോലെ എന്തോ പറ്റിപ്പിടിച്ചിരിക്കുന്നു. വഹ് വിഷ്ത. അത് ആ സർപ്പത്തിന്റെ വിഷമായിരുന്നു. സാം നെ മാനോ अपनी ശക്തി का സർട്ടിഫിക്കറ്റ് സാമനെ രഖ് ദിയ. സർപ്പം തന്റെ ശക്തിയുടെ സർട്ടിഫിക്കറ്റ് എന്റെ മുന്നിൽ വെച്ചതാണെന്ന് എനിക്ക് തോന്നി. पर मैं तो उसकी योग्यता का पहले ही से कायल था. എനിക്ക് പക്ഷേ ആ സർപ്പത്തിന്റെ കഴിവിനെ കുറിച്ച് നേരത്തെ തന്നെ ബോധ്യമുണ്ടായിരുന്നു. ഉസ് സർട്ടിഫിക്കറ്റ് की जरूरत ही ना थी. ആ സർട്ടിഫിക്കറ്റിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. സാം ने लगातार फूंक फूंक करके डंडे पर 3-4 चोट की. അങ്ങനെ സർപ്പം ആ അതായത് ഹിസ്സിംഗ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് 3-4 തവണ ആ സ്റ്റിക്കില് സ്ട്രൈക്ക് ചെയ്തു. വഹ് ഡണ്ട പെഹ്ലെ ബാർ ഇസ് ബാന്തി അപമാനിത് ഹുവാ ഹെ. ആ വടി ആദ്യമായിട്ടാണ് ഇത്രയും അപമാനിതനാവുന്നത്. യഹ് ഷായദ് വഹ് സാം കാ ഉപഹാസ് കർ രഹാ. അല്ലെങ്കിൽ വടി ചിലപ്പോൾ സർപ്പത്തെ കളിയാക്കുന്നതുമായിരിക്കാം. ഉദർ ഊപ്പർ ഫൂ ഫൂ ഓർ മേരെ ഉച്ചൽക്കർ
उछलने और फिर वहीं धमाके से खड़े होने से छोटे भाई ने समझा कि मेरे कार्य समाप्त हो गया. അതായത് ഈ ഹിസ്സിങ് സൗണ്ടും പിന്നെ എൻ്റെ ചാട്ടവും ശബ്ദത്തോടെ വീണ്ടും ഞാൻ അവിടെ തന്നെ നിന്നതും ഒക്കെ കേട്ടപ്പോൾ മുകളിൽ എൻ്റെ സഹോദരൻ വിചാരിച്ചു എൻ്റെ കാര്യം അതോടെ തീർന്നു, അതോടെ സമാപ്തമായി എന്ന് വിചാരിച്ചു. ഓർ ബന്ധുത്വ കാ നാത്ത ഫൂ ഫൂ ഓർ ധമാക്കെ മേ ടൂട്ട് ഗയ. അതായത് ഞാനും അവനുമായുള്ള ആ ബന്ധത്തിന്റെ ആ ഒരു ബന്ധം അതോടെ തീർന്നു. ആ ഹിസ്സിങ് സൗണ്ടോടെയും ആ വളരെ സൗണ്ടുള്ള ശബ്ദത്തോടു കൂടിയുള്ള ആ ഒരു ഹുംകാരത്തിൽ അത് തീർന്നു എന്നും അവൻ വിചാരിച്ചിട്ടുണ്ടാവും. ഈ ചാപ്റ്ററിന് ഒരു പാർട്ടും കൂടി ഉണ്ടാവും, ചിലപ്പോൾ അത് പാർട്ട് 3 ആയിരിക്കും. വലിയ ചാപ്റ്റർ ആയത് കൊണ്ടിട്ടാണ്. അപ്പൊ അതെല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. പ്ലേലിസ്റ്റിൽ കയറി നോക്കുക, പാർട്ട് 3 അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം. ഓക്കെ, താങ്ക് യു.